അങ്ങനെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസം ഏകദേശം ഒരു ഉച്ച സമയമായിട്ടുണ്ട്. ട്രെയിൻ നല്ല ചീരിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇത് ശരിക്കും അതിൻ്റെ ഒരു ട്രെയിൻ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്നത് ഷെയർ ചെയ്യുന്നത്. ഇതാണ് ഞാൻ താമസിച്ചിരുന്ന ബോഗിയിലെ ബാത്റൂം. അത്യാവശ്യം വെൽ ക്ലീൻഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ട്രെയിനിലെ ബാത്റൂം പോലെയല്ല, ബട്ട് നല്ല രീതിയിൽ AC ടയർ ആയതുകൊണ്ടായിരിക്കാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫ്ലഷും വാട്ടറും എല്ലാം പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണ്. ഈ ഹോസൊക്കെ പുതിയത് തന്നെയാണ്, അധികം കാലപ്പഴക്കമൊന്നും തോന്നുന്നില്ല. പിന്നെ ക്ലോസറ്റ് ആണെങ്കിലും നല്ല രീതിയിൽ അവർ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫ്ലഷൊക്കെ നല്ല രീതിയിൽ വർക്കിംഗ് ആണ്. അത്യാവശ്യം ഡീസൻ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഈ സോപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം വേണം എന്ന് നമ്മൾ വിചാരിക്കരുതല്ലോ. ബട്ട് അത് കഴിഞ്ഞിട്ടാണ് ഒരു കാഴ്ച കണ്ടത്. ഇപ്പോൾ ഇതൊരു ചേട്ടനാണ്. ചേട്ടൻ ഇങ്ങനെ വന്നിട്ട് പൈസ ചോദിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ഇട്ടിരുന്ന ഷർട്ടാണ് താഴെ കിടക്കുന്നത്. അപ്പോൾ ആ ഷർട്ട് ഊരിയിട്ട് പുള്ളിക്കാരൻ എല്ലാ കമ്പാർട്ട്മെൻറ്റിലും കയറി അവിടെയുള്ള എല്ലാ വേസ്റ്റും സ്വീപ്പ് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് ആണ് ഈ പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് നിന്ന് ഒരു സഹായം ചോദിക്കുന്നത്. അപ്പോൾ പല ആൾക്കാരും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ പുള്ളിക്കാരൻ എൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ്റെ പറ്റാവുന്ന രീതിയിൽ ഒരു എഫേർട്ട് ഇട്ടിട്ടാണ് സഹായം ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു ചേച്ചി ഒരു രൂപ കൊടുത്തിട്ട് പുള്ളിക്കാരൻ്റെ റിയാക്ഷനായിരുന്നു. 1 രൂപ കൊടുത്ത് അയാളപ്പം തന്നെ തിരിച്ചു വെച്ചു. ശരിക്കും ഇത് എൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരനൊരു ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു അയാൾക്ക് പറ്റാവുന്ന പോലെ അയാൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിനുള്ളൊരു സഹായം എല്ലാവരും കൊടുത്തില്ലെങ്കിലും പറ്റുന്നത് പോലെ കുഴപ്പമില്ല കൊടുക്കാം. കാരണം അത് ഒരു വെറുതെ വന്ന് ഭിക്ഷ ഒഴിക്കുകയോ അല്ലെങ്കിൽ പൈസ ഡിമാൻഡ് ചെയ്യുകയോ അങ്ങനെ ഒന്നും ഈ പുള്ളിക്കാരൻ ചെയ്യുന്നില്ല. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സഹായം ചോദിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ടാണ് വേറൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ സഹോദരനെ കണ്ടില്ലേ, പുള്ളിക്കൊരു കാലില്ല, ശരിയാണ്. കാണാൻ നല്ല ഡീസൻറ്റ്, നല്ല ഡ്രസ്സ്, നല്ല ജീൻസ്, ഒരു ബാഗുണ്ട്. ഇങ്ങനെ ഈ സഹോദരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കമ്പാർട്ട്മെൻറ്റിലും കയറിയിട്ട് ഇതുപോലെ തന്നെ പൈസ ചോദിച്ചുകൊണ്ടിരിക്കാം, ഒരു സഹായം ചോദിച്ചുകൊണ്ടിരിക്കാം. ആക്ച്വലി ഞാൻ ഈ പുള്ളിക്കാരനെ ഇതിന് മുന്നേ കണ്ടപ്പോൾ ഇതിന് മുന്നത്തെ ഒരു ബോഗിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചൊരു ട്രാവലറാണെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ ബോഗിയിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അപ്പോൾ രണ്ടും രണ്ട് തരത്തിലുള്ളൊരു ജീവിതം അങ്ങനെയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലേക്കായിരുന്നു. കിച്ചണിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനായിട്ട് വളരെയധികം ഞാൻ ക്യൂരിയസ് ആയിരുന്നു. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് വെൽ മെയിൻറ്റെയിൻഡ് കിച്ചണാണ്. എല്ലാ ഫുഡ് ഐറ്റംസും പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ല ക്ലീനായിട്ട് ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഒരു തരത്തിലുള്ള വേസ്റ്റോ അങ്ങനെ ഒന്നും കാണുന്നില്ല. എല്ലാം പക്ക ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഈ ഒരു ട്രെയിനിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും മിലിറ്ററിക്കാരാണ്. കൂടെ ട്രാവൽ ചെയ്യുന്ന 2 പേരാണ്. ഇതിപ്പോൾ ഏതാ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൻവേൽ എങ്ങനെയാണെങ്കിലും വായിക്കാട്ടോ. അപ്പോൾ നമുക്കിവിടെ ഒരു 5 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് ആ സ്റ്റോപ്പിൽ കുറച്ച് നേരം പുറത്തിറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. കുറേ നേരം AC വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നോർത്ത് ഇന്ത്യൻ ഫുഡ് എന്തെങ്കിലും ട്രൈ ചെയ്യാവുന്ന രീതിയിലാണ് പുറത്തിറങ്ങിയത്. എനിക്കാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജീവൻ. അങ്ങനെ ആണ് അവിടെ ഒരു
പാവ് ബജി വിൽക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. പാവ് ബജി ഒന്ന് ക്യൂവിൽ നിന്ന് വാങ്ങിച്ച് നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് വളരെയധികം ഇഷ്ടമായി. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു പാവ് ബജി കഴിക്കുന്നത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പാവ് ബജി തന്നെയല്ലേ പറയുന്നത്? എന്താണെങ്കിലും അപ്പോൾ പാവ് ബജി അല്ല, വടാപ്പാവാണ്. അങ്ങനെ ഞാനും ഒരു വടാപ്പാവ് വാങ്ങിച്ചു. ഫസ്റ്റ് ടൈമാണ് ഞാൻ വടാപ്പാവ് വാങ്ങിക്കുന്നത്. നല്ല ചൂടുണ്ട്. ഇവിടെ ഊണ് കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഊണ് നോക്കി നടക്കുകയാണ്. അതിലോട്ട് എത്ര ഊണുണ്ട്? ഊണ് എത്ര എണ്ണം ഉണ്ട്? എത്ര മണിക്കുണ്ട്? അങ്ങനെ സമയം പെട്ടെന്ന് കടന്നുപോയി. ഏകദേശം നമ്മൾ ഇറങ്ങാറിനുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. ഇതാണ് നമ്മുടെ കൂടെ ട്രാവൽ ചെയ്ത ആൾക്കാരെല്ലാവരും. പലരും പല സ്ഥലത്താണ് ഇറങ്ങുന്നത്. അമൃത്സർ വരെ ഉള്ള ആൾക്കാരുണ്ട്. നമ്മളെല്ലാവരും ഒരു ചായയൊക്കെ കുടിച്ച് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇരിക്കുകയാണ്. കൂടെ ഒരു മദർ ഉണ്ടായിരുന്നു, കൂടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ കൂടെ യാത്ര ചെയ്ത 2 പേര് ഇറങ്ങിയായിരുന്നു. ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പാണ് ഡൽഹി. ഡൽഹിയിൽ നിന്നാണ് നമ്മുടെ ട്രാവലിംഗ് ട്രിപ്പ് ശരിക്കും സ്റ്റാർട്ടാകുന്നത്. അപ്പോൾ അവരോട് ഇപ്പോൾ നിസാമുദ്ദീൻ കൂടെ ഉണ്ടായിരുന്ന 2 പേര് ഇറങ്ങിപ്പോയി. നെക്സ്റ്റ് സ്റ്റോപ്പ് ഡൽഹി.